ഇന്ന് ഞങ്ങൾ ദനാങ്ങിൽ നിന്ന് ഹനോയിലേക്ക് പോവുകയാണ്. വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമാണ് ഹനോയ്. പഴമ നിറഞ്ഞ ക്ഷേത്രങ്ങൾ, ഫ്രഞ്ച് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, സമാധാനമുള്ള തടാകങ്ങളെല്ലാം കൂടിയ ഒരു നഗരമാണ് ഹനോയ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ തൊട്ടടുത്തിരുന്ന് കോഫി കുടിക്കാനുള്ള അവസരവും കൂടി ലഭിച്ച ഒരു ദിവസമാണിന്ന്. എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് അസിൻ്റെ വിയറ്റ്നാമിലെ 5ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ദനാങ്ങിൽ നിന്ന് രാവിലെ 7 മണിക്കുള്ള ഫ്ലൈറ്റിൽ കയറി 8:15 ഞങ്ങൾ ഹനോയിലെത്തി. അവിടെ നിന്ന് ടാക്സി പിടിച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ. വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഹോട്ടലിലേക്ക് കയറേണ്ടത്. ചെറിയ ഒരു മുറിയാണ്. കിങ് സൈസ് ബെഡും ബാത്ത് ടബുമുള്ള ബാത്റൂമാണ്. പിന്നെ ബാൽക്കണി പോലെ തോന്നിക്കുന്ന ഒരു ജനാലയമുണ്ട്. കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. ഹനോയ് ഓൾഡ് ക്വാർട്ടറാണ് ഈ സ്ഥലം. ഇവിടെ ധാരാളം സൈക്കിൾ റിക്ഷകൾ കാണാം. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ സൈക്കിൾ റിക്ഷകൾ. ധാരാളം ടൂറിസ്റ്റുകൾ ഇതിൽ യാത്ര ചെയ്യുന്നുമുണ്ട്. ഇത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹനോയിലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഓൾഡ് ക്വാർട്ടർ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോച്ചിമിൻ മ്യൂസിയം കാണാൻ വേണ്ടിയാണ്. ഹനോയിലെ ഹോച്ചിമിൻ മ്യൂസിയം വിയറ്റ്നാമിലെ ദേശീയ നേതാവും അങ്കിൾ ഹോ എന്നറിയപ്പെടുന്ന ഹോച്ചിമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഉള്ള മ്യൂസിയമാണ്. 40,000 VND ആണ് മുതിർന്നവർക്കുള്ള എൻട്രി ഫീസ്. ഞങ്ങളുടെ ബാഗെല്ലാം സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് വിട്ടു. ഈ കാണുന്ന കെട്ടിടമാണ് ഹോച്ചിമിൻ മ്യൂസിയം. ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അന്ന് മ്യൂസിയം അവധിയാണെന്ന്. മ്യൂസിയം ഉള്ള അതേ കോമ്പൗണ്ടിലാണ് 1 പില്ലർ പഗോഡ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു. പോകുന്ന വഴിയിൽ കുറച്ച് കടകളുണ്ട്. കുറച്ച് നടന്ന് ഞങ്ങൾ 1 പില്ലർ പഗോഡയുടെ അടുത്തെത്തി. ഹനോയിലെ ഏറ്റവും പ്രശസ്തമായ പൈതൃക സ്മാരകങ്ങളിൽ ഒന്നാണ് 1 പില്ലർ പഗോഡ. ഒരു വലിയ താമരപ്പൂവിനെ പോലെ തോന്നിക്കുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു ചെറിയ കുളത്തിന് നടുവിൽ ഒരൊറ്റ തൂണിന് മുകളിലായിട്ടാണ് എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇത് 1049 രാജാവ് ലീ തായ് തോ നിർമ്മിച്ചതാണ്. ബുദ്ധൻ താമരപ്പൂവിൽ ഇരിക്കുന്ന സ്വപ്നം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയൊരു ക്ഷേത്രം നിർമ്മിച്ചത്. അമ്പലത്തിന് പുറകിലായി ഒരു ആൽമരമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സന്ദർശകൻ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. ശ്രീബുദ്ധന് ബോധോദയമുണ്ടായത് ഒരു ആൽമരത്തിന് താഴെ ഇരിക്കുമ്പോഴായിരുന്നു. ആ ആൽമരത്തിന്റെ തൈ ഇന്ത്യ വിയറ്റ്നാമിന് സമ്മാനിച്ചതാണ് ഈ കാണുന്ന ആൽമരം. കുറച്ചുനേരം അവിടെ ഇരുന്ന ശേഷം അവിടെ നിന്നിറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഹോച്ചിമിൻ മുസോളിയം കാണാൻ വേണ്ടിയാണ്. ഇതാണ് ഹോച്ചിമിൻ മുസോളിയം. ഇവിടെയാണ് ഹോച്ചിമിൻ്റെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നത്. ഇന്ന് അവധിയായതുകൊണ്ട് തന്നെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഞങ്ങൾ പോകുന്നത് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിലേക്കാണ്. ഹനോയിലെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളിലൊന്നാണ് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ. 1070 സ്ഥാപിച്ച വിയറ്റ്നാമിൻ്റെ ആദ്യ ദേശീയ സർവകലാശാലയാണ് ഈ ക്ഷേത്രം. സാമ്രാജ്യത്തെ ഭരിക്കാൻ പണ്ഡിതന്മാരെ പരിശീലിപ്പിച്ചിരുന്ന സർവകലാശാലയാണിത്. 1,40,000 VND ആണ് 2 പേർക്ക് എൻട്രി ഫീസ്. ഉള്ളിലായി ഒരു വലിയ കുളമുണ്ട്. ഇത് ഇവിടെ പണ്ടുകാലത്ത് പഠിച്ചവർ നിർമ്മിച്ച ശിലകളാണ്. ഉള്ളിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. വിയറ്റ്നാമീസ് നൃത്തമാണ്.
പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു വലിയ മണി കാണാം. അതിനുശേഷം ഞങ്ങൾ പോയത് ട്രെയിൻ സ്ട്രീറ്റിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു സ്ഥലമാണ് ട്രെയിൻ സ്ട്രീറ്റ്. ടാക്സിയിൽ നിന്നിറങ്ങിയതും ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ട്രെയിൻ സ്ട്രീറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഇവർ തന്നെ ഉണ്ടാക്കിയ നിയമം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും കടയിൽ നിന്നും സാധനം വാങ്ങിയാൽ മാത്രമാണ് റെയിൽവേ പാളത്തിനുള്ളിലേക്ക് കടത്തിവിടുക. കുറച്ചുനേരം സംസാരിച്ച ശേഷം ഒരു കുപ്പി വെള്ളം മാത്രം മേടിച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ, റെയിൽവേ പാളങ്ങളുടെ തൊട്ടരികിലായിട്ടാണ് ഇരുവശങ്ങളിലും ഉള്ള കടകൾ. ഇവിടെ ഇരുന്നാൽ നമ്മുടെ തൊട്ടടുത്തു കൂടിയാകും ട്രെയിൻ കടന്നു പോവുക. കുറച്ചുള്ളിലേക്ക് നടന്ന് വളവിലായി ഒരു കടയിൽ കയറി. ഒട്ടുമിക്ക കടകളിലും ആളുകൾ നിറഞ്ഞിരിക്കുന്നു. കടകളെല്ലാം ലാൻഡേൺ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ ഒരു ട്രെയിൻ വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്ത് അതിനായി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവസാനം ട്രെയിൻ വന്നു. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു ചെറിയ ദ്വീപിന് നടുവിലുള്ള ക്ഷേത്രത്തിലേക്കാണ്. ഗോക്സൺ ടെമ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹുവാൻ കീം തടാകത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം. ഒരാൾക്ക് 50,000 VND എൻട്രി ഫീസ്. ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് നടന്നു. തടാകത്തിന് കുറുകെയുള്ള ഒരു പാലം കടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ. 18-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വിയറ്റ്നാമിൻ്റെ ദേശീയ നായകനായ ജനറൽ ട്രാങ് ഹാങ് ഡാവിനു വേണ്ടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന് മുൻപിലിരുന്ന് വിശാലമായ തടാകത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം. നേരം ഇരുട്ടിയതോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു കഫേയിലേക്കാണ്. കഫേ ജിയാങ്. കഴിഞ്ഞ ദിവസം ഹോച്ചിമിൻ സിറ്റിയിലെ കഫേ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഞങ്ങൾ എഗ് കോഫി കുടിച്ചിരുന്നു. എഗ് കോഫി ആദ്യമായിട്ടുണ്ടാക്കിയത് ഈ കഫേയിലാണ്. വിയറ്റ്നാമീസ് എഗ് കോഫിയുടെ ജന്മസ്ഥലം. ഒരു ഒറിയോ എഗ് കോഫി, നോർമൽ എഗ് കോഫി, പിന്നെ ഒരു ലാവ കേക്കും കൂടി ഓർഡർ ചെയ്തു. ഒറിയോ എഗ് കോഫി ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടായതുകൊണ്ട് നന്നായിരുന്നു. എന്നാൽ നോർമൽ എഗ് കോഫിക്ക് നല്ല കടുപ്പമായിരുന്നു. എന്നാൽ രണ്ടിലും മുട്ടയുടെ യാതൊരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. കേക്കിൻ്റെ നടുക്ക് ഒഴുകുന്ന എഗ് യോക്ക് ഉള്ളതാണ് ലാവ കേക്ക്. 2 പേർക്കും അത് നല്ല ഇഷ്ടമായി. അതിനുശേഷം അവിടെ നിന്നിറങ്ങി നടന്നു. റൂമിലേക്ക് പോകുന്ന വഴിയിലാണ് ബിയർ സ്ട്രീറ്റ്. ഹനോയിലെ ഒരു നൈറ്റ് ലൈഫ് സ്പോട്ടാണ് ബിയർ സ്ട്രീറ്റ്. ഇടുങ്ങിയ റോഡുകളുടെ ഇരുവശങ്ങളിലുമായി നിറയെ ബിയർ വിൽക്കുന്ന കടകളാണ്. ഇവിടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ബിയർ ലഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 50 രൂപയ്ക്ക് താഴെയാണ് ബിയറിൻ്റെ വില. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അങ്ങനെ വിയറ്റ്നാമിലെ 5ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വിയറ്റ്നാമിലെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.